വെൽക്കം ബാക്ക് ടു ഗെയിം മാസ്റ്റർ. ഇപ്പോൾ ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് നെറൂട്ടോ അൾട്ടിമേറ്റ് നിഞ്ച സ്റ്റോറാണ്. നെറൂട്ടോ കണ്ടവർക്ക് അറിയാം ഈ ഗെയിം ഒരു ഗെയിം പ്ലേ സീരീസ് ആയിട്ടാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് മിഷൻസ് ഉണ്ട്. ഇവിടെ മാസ്റ്റർ ഹൗ ടു മൂവ് എന്ന മിഷൻ ഉണ്ട്. അത് നമുക്ക് ചെയ്ത് നോക്കാം. നമ്മളെ ഫസ്റ്റ് മിഷനാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് സപ്പോർട്ടും തരണേ. Battle conditions: win the battle in a state where awakened mode is not possible. Summon a support chakra at least 2 times. ഇതാണ് നമ്മളെ ബാറ്റിൽ കണ്ടൻസ്. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലേക്ക് കിടക്കാം. ഇവിടുന്നാണ് നമ്മളെ ഫൈറ്റ്. ഫസ്റ്റ് മിഷൻ കക്കാശി ആയിട്ടാണ് ഫൈറ്റ്. Support. Loading. Load. Support. ഏകദേശം പേപ്പർ ബോംബ് കിട്ടും. Support. Yes. Kakashi summon. Kakashiയുടെ അവൈക്കമോടാണ്. Okay, support. കക്കാശി തീരാനായിട്ടുണ്ട്. യോ ഗൈസ്, നമ്മളങ്ങനെ കക്കാശിയെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് മിഷൻ. എല്ലാ ബാറ്റിൽ കണ്ടീഷൻസും ഓക്കെയാണ്. ലോഡിങ് സ്ക്രീനാണിത്. ലോഡായിട്ടുണ്ട്. നമുക്കിനി വേറെ മിഷൻ ഇതിലിനി 8 പോയിന്റ്സ് ആകണം അടുത്ത മിഷൻ കിട്ടാൻ. നമുക്ക് ഡി റാങ്ക്ഡ് മിഷൻസ് ഉണ്ട് നോക്കാം. ഇവിടെ ഒരു മിഷൻ ഉണ്ട്. ഗൈസ്, നമുക്ക് 5000 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മിഷൻ എന്ന് പറയുന്നത് മാസ്റ്റർ ഹൗ ടു മൂവ് ആണ്. നമുക്കെന്നാൽ അതും കൂടി കളിച്ച് നോക്കാം. ഇത് കുറേ സീരീസ് ആയിട്ടാണ് ഉണ്ടാവുക. എല്ലാം കണ്ടാൽ നെറൂട്ടോയുടെ സ്റ്റോറി പോലെ തന്നെയാണ്. ഇത് കുറേ പാർട്ടുണ്ട്. നെറൂട്ടോ ഷിപ്പുഡൻ അങ്ങനെ കുറേ പാർട്ടുണ്ട്. അടുത്ത മിഷൻ എന്ന് പറഞ്ഞാൽ നെറൂട്ടോ വാട്ട് ഈസ് ദ മിഷൻ കക്കാശി സെൻസായി ഡോണ്ട് ഗെറ്റ് ടു എക്സൈറ്റ് ഇറ്റ്സ് എ റിയൽ സിമ്പിൾ വൺ. How to simple? Go catch 5 cats belonging to the woman up
achieved. That's all for this simple mission. Really? That's it? Of course, it won't be that easy. മിഷൻ എന്താണെന്ന് വെച്ചാൽ കാക്ക ഒരു വുമൻ്റെ ഒരു പൂച്ചയെ കാണാതായിട്ടുണ്ട്. 5 പൂച്ചയാണ്. 5 പൂച്ചയെ നമ്മൾ കണ്ടുപിടിച്ചു കൊടുക്കണം. ഒന്നാമത്തെ പൂച്ച ഇത് എവിടെയാണുള്ളത്? ഒന്നാമത്തെ വളരെ സിമ്പിളാണ്. ഇതാ നമുക്ക് ഇതിലൂടെ കയറി പോയിട്ട് ഇതാ 2 പൂച്ച. യെസ്, അങ്ങനെ ഒരു പൂച്ചയെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. യെസ്, നമുക്ക് രണ്ടാമത്തെ പൂച്ചയെ പിടിക്കാൻ പോവാം. രണ്ടാമത്തെ പൂച്ച ഇത് എവിടെയാണുള്ളത്? ഇത് കുറച്ച് ടഫാണ്. എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇതിലേക്ക് കുറേ വഴിയുണ്ട്. ഇതിലേക്കൂടെയൊക്കെ തുള്ളി പോയാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. ഇത് ആ പൂച്ചയാണ്. അത് അപ്പുറം. നമുക്ക് ഇതിലൊരു സ്പെഷ്യൽ സ്കില്ലും കൂടിയുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് തുള്ളാൻ പറ്റും. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പൂച്ചനെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പൂച്ചനെ പിടിച്ചു. ഇനി നമുക്ക് മൂന്നാമത്തെ പൂച്ചനെ പിടിക്കാൻ പോവാം. മൂന്നാമത്തെ പൂച്ച കുറച്ചുകൂടി ടഫായിരിക്കും. ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ ചാടി ഈ കമ്പി പിടിക്കണം. ഇനി കറങ്ങി അങ്ങോട്ടേക്ക് ചാടണം. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങാൻ പറ്റും. അങ്ങോട്ടേക്ക് പോവുക. നമ്മളെ മൂന്നാമത്തെ പൂച്ച ഇതെവിടെ? മൂന്നാമത്തെ പൂച്ചനെ അങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാലാമത്തെ പൂച്ചനെ പിടിക്കാൻ പോവാം. ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെട്ടി ക്യാരി ചെയ്യണം. യെസ്, ഇതെടുത്തോണ്ട് ഞങ്ങൾ മര്യാദ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഇതെടുത്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുപോയിടണം. അപ്പോൾ ഈ ഗേറ്റ് ഓപ്പൺ ആവും. അങ്ങനെ നമുക്ക് നാലാമത്തെ പൂച്ചനെ കിട്ടിയിട്ടുണ്ട്. അത് ലാസ്റ്റ് വന്നാണ്. ലാസ്റ്റ് മിഷൻ കൂടി ലാസ്റ്റ് പൂച്ചനെ കൂടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ടാമത്തെ മിഷൻ കംപ്ലീറ്റ് ആയി. ഇത് കുറച്ച് ഹാർഡാണെന്ന് തോന്നുന്നത്. നോ, ദിസ് ഈസ് ഈസി. ഞാൻ നേരത്തെ പറഞ്ഞ സ്കില്ലെടുത്തിട്ട് അങ്ങോട്ടേക്ക് തുള്ളിയാൽ മാത്രം മതി. ഗൈസ് നമ്മളങ്ങനെ 5ാമത്തെ പൂച്ചനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മിഷൻ കഴിഞ്ഞു. അടുത്ത ലോഡാകുന്നുണ്ട്. എന്താ? യെസ്, ഈ മിഷന് കംപ്ലീറ്റ് ആയി. എല്ലാ മിഷൻ കണ്ടൻസും ഓക്കെയാണ്. 10,000 റോയൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ വില്ലേജ് മൊത്തം ചുറ്റി കാണിച്ചു തരാം. വാവ്, നെറൂട്ടോയെ പോലെ തന്നെ തുള്ളാൻ പറ്റും. ഇവിടെ കുറേ സ്ക്രോളുകളുണ്ട്. അത് കളക്ട് ചെയ്യാൻ പറ്റുന്നു. നമുക്ക് സ്ക്രോള് കളക്ട് ചെയ്യാം. വില്ലേജൊക്കെ ഒന്ന് നമുക്ക് ചുറ്റി കാണാം.
അങ്ങനെ കുറേ ശുരീങ്കന കൊണ്ട് എറിഞ്ഞു വെച്ചിട്ട് കുറേ റോയൽസ് എടുക്കാൻ പറ്റും. ഈ റോയൽസ് കൊണ്ടുവന്ന ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ സ്കിൽസൊക്കെ അൺലോക്ക് ആക്കാം. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, നമുക്ക് ഇയാൾ സംസാരിച്ചു നോക്കാം. വില്ലേജിൻ്റെ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോവാം. ഇതാണ് പെഡ്ലർ. സർ, മസ്റ്റ് ബി നൈസ് ഹാവിങ് യുവർ വെരി ഓൺ ഷോപ്പ്. ബോയ്, I'd love to have a place of my own someday to send. നമുക്ക് ഇനി ഗേറ്റിനടുത്തേക്ക് പോവാം. ഇവിടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വില്ലേജിലെ കുറേ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റും. നമുക്കൊന്ന് അടുത്ത ചെക്ക് പോയിന്റ് എടുക്കാം. വെള്ളത്തിൽ കൊണ്ടുപോയി മുകളിലോട്ട് പോയി കയറാം. അടുത്ത ചെക്ക് പോയിന്റ് എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ചെക്ക് പോയിന്റ് ഇവിടെയുള്ള താഴെയുണ്ട്. ഈ വില്ലേജിൻ്റെ ഗേറ്റിൻ്റെ അടുത്താണ് അടുത്ത ചെക്ക് പോയിന്റ്. നമുക്ക് അങ്ങോട്ടേക്ക് വേഗം പോകാം. ചാക്കളോടെ നമുക്ക് സ്പീഡിൽ ഓടാനും പറ്റും. ഇത് ആ കാണുന്ന നീല സംഭവമാണ് ചെക്ക് പോയിന്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ ബൈ.